എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. ഹലോ ഗഫൂർക്ക ദോസ്ത്. നല്ല പൂസാണല്ലോ മോനെ. രാവിലെ തന്നെ ഈ ബ്രാൻഡി കൊണ്ടാണ്ടാ പല്ല് വെച്ച് മോന്തയ്യ്. ഒന്നും പറയണ്ട ഗഫൂർക്ക, ഭയങ്കര ബുദ്ധിമുട്ടിലാ. കിട്ടുന്നത് കൊണ്ട് അല്ലലില്ലാതെ കുടിച്ച് ജീവിച്ചു പോകുന്നതാ. പക്ഷെ ഇപ്പൊ മദ്യത്തിനൊക്കെ തീപിടിച്ച വിലയല്ലേ. ഇവിടെ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. എന്തൊരു മര്യാദക്കാരൻ. ജീവിതത്തെ കുറിച്ച് ഇത്രയും വേവലാതില്ല ഒരലവലാതിയെ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. സമയം എന്തായി? സമയം 9 9 പറച്ചോനെ, ഓനെന്തിനാണ് ഓടിയത്? 9 മണി കഴിഞ്ഞാ പിന്നെ ഇവിടെ ആർക്കും നിക്കാൻ പാടില്ല എന്നുണ്ടോ? ഏയ്, അങ്ങനൊന്നുമില്ല. പിന്നെ എന്തിനാണ് പായാൻ ഓടിയത്? ഇതെന്താണ് കഥ? നാട്ടുകാർ മുഴുവൻ ഓട്ട മത്സരത്തിലാണ്. എന്തോ അത്യാഹിതം സംഭവിച്ചിട്ടുണ്ട്. ചെന്ന് നോക്കിയിട്ടില്ലെങ്കിൽ ഗഫൂർക്കാന്ന് പറഞ്ഞ് ജീവിച്ചിട്ടുണ്ട്. എന്താ കാര്യം? എന്താ അവിടത്തെ ഒരു തിരക്ക് കണ്ടിട്ട് കൊതിയാവുന്നു. ഞാൻ പോയി ക്യൂ നിക്കട്ടെ. എന്റെ ഹോജരാജാവായ തമ്പുരാനെ, ഈ മനുഷ്യന്മാരൊക്കെ 9 മണിയാ കാത്തുനിന്ന് ഓടിപ്പാഞ്ഞ് വന്നത് ഇങ്ങോട്ടാണോ? വല്ലാത്തൊരു കോള് തന്നെ. അല്ല വേലായുധ, ഈ ആവശ്യത്തിനുള്ളത് രാവിലെ തന്നെ മോന്തിക്കല്ലോ, പിന്നെ ഇവിടെ വന്ന് വെറ്റിയെടുക്കാണ്. ഇത് ഉച്ചയൂണിന് മുമ്പ് കഴിക്കാനാ. അത്താഴത്തിന് മുമ്പും വേണം 2 എണ്ണം. രാവിലെ കക്കൂസ് പോവാ എത്ര വേണോ? നന്നാവൂല മക്കളെ. നശിച്ച് നാരായണക്കല്ലെടുത്താലും നിങ്ങൾ നന്നാവൂല. എന്തേ കാരണേട്ടാ, അരിയും ഗോതമ്പും വാങ്ങാൻ ഒരു പൂച്ചയില്ലാണ്ട് ഈച്ചയായിട്ടിരിക്കല്ലേ? ഇവിടെ കച്ചവടം ഒറ്റ പണിയുള്ളൂ. എന്ത് പണിയാ ഗഫൂറെ? 2 പിടി തിന്നാൽ കിക്കാകുന്ന അരിയും ഗോതമ്പ് ഇറക്കി നോക്കി നിങ്ങൾക്ക് നിന്നിരിക്കാൻ തന്നെ കിട്ടൂല.